അപ്പോൾ അങ്ങ് തെലുങ്ക് നാട്ടിൽ നിന്ന് നമുക്കൊരു ചെറിയ ടീസർ വന്നിട്ടുണ്ട്. ജെറ്റ്ലി എന്ന് പറഞ്ഞിട്ട് പടത്തിൻ്റെ ടീസർ. ഇത് ആക്ച്വലി ഹൃദയ് റാണ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട് തെലുങ്കിൽ. പുള്ളി തെലുങ്കിൽ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് പടങ്ങൾ എടുത്തൊരു മനുഷ്യനാണ്. പുള്ളിയുടെ കുറച്ച് ഈ കോമഡി സ്പൂഫ് ഐറ്റംസ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ജോണറാണ് പുള്ളിയുടെ. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ നമ്മൾ കണ്ടു നോക്കാം. ഇല്ല, സബ്ടൈറ്റിലുണ്ട്, പക്ഷെ അത് ഇത്രയേ ഉള്ളൂ. മധുവള്ളാര ഹാപ്പിയുടെ ബർത്ത്ഡേ ഒക്കെ General compartment. സത്യ ഈസ് നോട്ട് ജെറ്റ്ലി, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഹൃദയ് റാണ ടർബുലൻസ്. ഇത് മറ്റേ പുറത്ത് നമ്മുടെ അവിടെ ഉണ്ടാകുന്നവരെ എന്തായിരുന്നു, മറ്റേ ഒരു തൊപ്പിയൊക്കെ വെച്ചുള്ളൊരു നേക്കഡ് ഗൺ ആണോ? അല്ലല്ല, നേക്കഡ് ഗൺ സീരീസ് ഉണ്ട്. ചിലപ്പോൾ ആ സീരീസിന്റെ മൂഡ് നേക്കഡ് ഗൺ, പിന്നെ പിങ്ക് പാന്തർ. അതെ. ഇതൊരു പക്ക കോമഡി സ്പൂഫ്, അവർക്ക് കുറച്ച് മെറ്റാ റെഫറൻസ് ഒക്കെ ഉള്ള ഒരു പടമാണ്. ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ മധു വഡ്ലാര എന്ന് പറഞ്ഞിട്ടൊരു 2 പടം ഇറങ്ങുന്നു. മധു വഡ്ലാര 1, മധു വഡ്ലാര 2. അതിൽ സെക്കൻഡ് പാർട്ട് ഭയങ്കര ഹിറ്റായിരുന്നു അവിടെ. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ സത്യ എന്ന് പറഞ്ഞ ഈ പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കര ഇതായിരുന്നു. കാരണം അത് ഫുള്ള് മെറ്റാ റെഫറൻസ് പ്ലസ് കുറച്ച് ഭയങ്കര സ്റ്റൈലിഷാണ്, നല്ല രസമാണ് ഇത്. ഏതൊരു പടം നമ്മൾ കുറച്ചാൾ കണ്ടല്ലേ, എന്തുവായിരുന്നു നായകൻ്റെ കൂടെ, മിറായിനകത്ത് പുള്ളിയായിരുന്നു അല്ലല്ലേ? പുള്ളി കുറേ പടത്തിലും നമ്മൾ ഇതിനകത്തുണ്ടായിരുന്നല്ലോ, ഡൂഡിലുണ്ടായിരുന്നു. എക്സിനെ കിട്ടുന്നത് ഇവന്റെ നായകൻ എക്സിനെ കല്യാണം കഴിയും. ഇവിടെ കണ്ടതുപോലെ ഓർമ്മയുണ്ട്. അതിലായിരിക്കണം നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. കോമഡി റോളല്ല, പക്ഷെ ഇത് പുള്ളി ലീഡ് ചെയ്യുന്ന പോകുന്നതാണ്. അത് ഭയങ്കര, അപ്പൊ അങ്ങനത്തെ ഒരു ഫൺ ടൈപ്പ് പടമായിരിക്കും. റിയാസിന് ഇതല്ലേ നമ്മുടെ മിസ് ഇന്ത്യ. അത് മറ്റേ ഇവര് എനിക്കൊന്ന് പോസ്റ്റർ റിലീസിൽ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ കൊച്ചി വന്നപ്പം മീറ്റ് ചെയ്തെടുത്തോ? ഞങ്ങൾ സംസാരിച്ചു. അത് പറഞ്ഞായിരുന്നു പുള്ളിയോട് മാത്രം പറഞ്ഞായിരുന്നു. ഞാനൊരു തെലുങ്ക് പടത്തിൽ അഭിനയിക്കുന്ന. അതെ, ജെറ്റ്ലി മരിച്ചു പോയാലോ? ജെറ്റ്ലി മരിച്ചതല്ല, അത് ബ്രൂസ്ലി അല്ലേ? സോറി. അപ്പോൾ ഏതായാലും പടം വരട്ടെ, അതിൻ്റെ ട്രെയിലർ വരട്ടെ. ഈ പുള്ളിയുടെ ഹൃദയ് റാണയുടെ സിനിമകൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ചുമ്മാ ഫൺ പടമാണ്.